റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച നിപ്പ വ്യാപനം തീവ്രമാകാനിടയില്ലെന്ന് കേന്ദ്ര സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനാൽ രോഗനിയന്ത്രണം സാധ്യമാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധർ കേരളത്തിലെത്തും. നിപ്പ സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. ചാത്തമംഗലം സ്വദേശിയായ 7ാം ക്ലാസ്സുകാരൻ നിപ്പ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് 10 ദിവസം മുൻപാണ്. രോഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കഴിഞ്ഞ ദിവസം നില ഗുരുതരമായി മണിക്കൂറുകൾക്കകം മരണത്തിനു കീഴടങ്ങി. 12കാരന് രോഗം ബാധിച്ചത് ജന്തുക്കളിൽ നിന്നാണോ അതോ ആരിൽ നിന്നെങ്കിലും പകർന്നതാണോ എന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ അധികൃതർക്കായിട്ടില്ല. ഇതിൽ വ്യക്തത വരേണ്ടത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായകമാണ്. പഴൂരിൽ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ ഇന്ന് പരിശോധന നടത്തും. മരിച്ച കുട്ടിയുടെ വീട്ടിലെത്തി നേരത്തെ അസുഖം ബാധിച്ച ആടിനെ പരിശോധിക്കുകയും സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. പ്രദേശത്ത് വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. സാന്നിധ്യം കണ്ടെത്തിയാൽ അവ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. വവ്വാലിന്റെ സ്രവ സാമ്പിൾ പരിശോധിക്കേണ്ടതുണ്ടോ എന്നത് പിന്നീട് തീരുമാനിക്കും. നിരീക്ഷണത്തിലുള്ളവർക്കായി ഇന്ന് മെഡിക്കൽ കോളേജിൽ നിപ്പ ട്രൂനാറ്റ് പരിശോധന നടത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തുന്ന സംഘം ഇതിനായി പ്രത്യേക ലാബ് സജ്ജീകരിക്കും. പരിശോധനയിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൺഫർമേറ്റീവ് പരിശോധന നടത്തി 12 മണിക്കൂറിനുള്ളിൽ ഫലം ലഭ്യമാക്കാൻ കഴിയും. അടിയന്തര സാഹചര്യം ഏകോപിപ്പിക്കുന്നതിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ ആരോഗ്യ പ്രവർത്തകരെ വരും ദിവസങ്ങളിൽ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോഴിക്കോട് നിപ്പ ബാധിച്ച് 12 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടിക കൂടാൻ സാധ്യതയുണ്ടെന്നും രോഗ ഉറവിടം കണ്ടെത്താൻ എല്ലാ തരത്തിലും ശ്രമിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 12 വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത്. ഇന്നലെ 188 കോണ്ടാക്റ്റുകൾ കണ്ടെത്തി. 20 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. കൂടുതൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാകും. സോഴ്സ് കണ്ടെത്തലും പ്രധാനമാണ്. ഇവ രണ്ടിനും പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുമെന്ന് തീരുമാനിച്ചു. ചോദ്യാവലിയുമായി ഭവന സന്ദർശനം നടത്താനും തീരുമാനിച്ചു. കുട്ടിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ കുട്ടിയുടെ അമ്മയ്ക്ക് പനിയുണ്ട്. ഒരു ആരോഗ്യ പ്രവർത്തകന് കുട്ടിയെ ചികിത്സിച്ച ദിവസം തന്നെ പനിയുണ്ടായതായി പറയുന്നു. ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ള 7 പേരുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. നിപ ബാധയ്ക്കിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകും. ചാത്തമംഗലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യം നിരീക്ഷിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായും മന്ത്രിമാർ ഇവിടെ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്നലെ കോഴിക്കോട് നിപ ബാധിച്ച് മരിച്ച 12 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. കണ്ണമ്പറമ്പ് ഖബറിസ്ഥാനിലാണ് കുട്ടിയെ അടക്കിയത്. CT കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകരാണ് സംസ്കാര ചടങ്ങുകൾ ചെയ്തത്. അടക്കുന്നതിന് മുൻപ് മയ്യത്ത് നമസ്കാരം നടത്തി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത മണിക്കൂറുകളോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് സാധ്യത. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ബുധനാഴ്ച വരെ മത്സ്യബന്ധനം വിലക്കി. കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. IS ചേർന്ന മലയാളി യുവതി നിമിഷ ഫാത്തിമയെയും കുഞ്ഞിനെയും തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് നിലപാട് തേടിയിരുന്നു. നിമിഷ ഫാത്തിമയെയും കുഞ്ഞിനെയും തിരികെ എത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിന്ദു കോടതിയെ സമീപിച്ചത്. ഇരുവരെയും ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിഷയത്തിൽ കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ഇന്ത്യ പങ്കാളിയായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾപ്പെടെ പൌരന്മാരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിലും അവയൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നും വിഷയത്തിൽ കോടതി ഇടപെടണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഇടുക്കി പണിക്കൻകുടി സിന്ധു കൊലപാതകത്തിലെ പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിക്കാതെ അന്വേഷണ സംഘം. 20 ദിവസമായി ഒളിവിൽ കഴിയുന്ന ബിനോയ്ക്കായി ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പാലക്കാട് പൊള്ളാച്ചി മേഖലയിലാണ് ഏറ്റവും ഒടുവിൽ ബിനോയ് എത്തിയതെന്നാണ് ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നത്.
പാലക്കാടുള്ള ഒരു സുഹൃത്തിനെ ബിനോയ് ബന്ധപ്പെട്ടതായും പോലീസ് പറയുന്നു. എന്നാൽ പ്രതി ഒളിവിൽ പോയി 20 ദിവസം പിന്നിട്ടിട്ടും കാര്യമായ സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. തമിഴ്നാട് അതിർത്തി മേഖലകളിലെത്തി സുഹൃത്തിനോട് ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ബിനോയ് തിരികെ കേരളത്തിലെത്തും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനാണ് ബിനോയ് ശ്രമിക്കുന്നത്. എന്നാൽ കുറച്ചു ദിവസമായി ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ബിനോയിയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. സംഘങ്ങളായി തിരിഞ്ഞ് വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന ഊർജ്ജമാക്കിയിരിക്കുകയാണ്. സിന്ധുവിനെ കൊലപ്പെടുത്താൻ പ്രതിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. ബിനോയിയുടെ ബാങ്കിടപാടുകളും അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മുസഫർ നഗറിലെ കർഷക ശക്തി പ്രകടനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വഴിത്തിരിവാകുമെന്ന വിലയിരുത്തലിൽ സംയുക്ത കിസാൻ മോർച്ച 10 ലക്ഷത്തിലധികം പേർ കിസാൻ മഹാപഞ്ചായത്തിൽ എത്തിയെന്നും അവകാശപ്പെട്ടു. സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് രാഷ്ട്രീയത്തിൽ താൽപര്യമുണ്ടെങ്കിൽ ബിജെപിക്ക് സ്വാഗതമെന്ന് കേന്ദ്രമന്ത്രിയും മുസാഫർ നഗർ എംപിയുമായ സഞ്ജീവ് ബല്യാൻ പറഞ്ഞു. കർഷക സമരം രാഷ്ട്രീയമാനം കൈവരിക്കുന്നതിനെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്കെതിരെ പ്രചാരണം നടത്തുമെന്ന് പരസ്യമായി തന്നെ സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസാഫർ നഗറിലെ കിസാൻ മഹാപഞ്ചായത്തിൽ മിഷൻ യുപിയും ഉത്തരാഖണ്ഡും പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ്. ലക്ഷക്കണക്കിന് കർഷകരെ അണിനിർത്തിയതിലൂടെ കൃത്യമായ സന്ദേശം നൽകുകയാണ് കർഷക സംഘടനകൾ. ജാതി രാഷ്ട്രീയത്തെ കർഷക ഐക്യത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു. യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ കൂടുതൽ സമരപരിപാടികൾ വരും നാളുകളിൽ സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിക്കും. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5 തവണ സമൻസ് അയച്ചിട്ടും അനിൽ ദേശ്മുഖ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഇഡിയുടെ പുതിയ നീക്കം. അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയതിനു ശേഷം പ്രതികൾ രാജ്യം വിടാതിരിക്കാനാണ് സാധാരണ ഇഡി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാറുള്ളത്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ അനിൽ ദേശ്മുഖ് 4.7 കോടി കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് കേസ്. മാത്രമല്ല പോലീസ് സേനയെ ഉപയോഗിച്ച് ഡാൻസ് ബാറുകളിൽ നിന്ന് 100 കോടി പിരിച്ചുവെന്നും ആരോപണമുണ്ട്. മുംബൈ പോലീസ് മുൻ കമ്മീഷണർ പരബീർ സിംഗ് ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ ബോംബെ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചത്. കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയതോടെ ഇഡി കേസെടുക്കുകയായിരുന്നു. കേസിൽ ദേശ്മുഖിന്റെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. 4.25 കോടി രൂപയുടെ സ്വത്തുവകകളും ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പയ്യന്നൂരിലെ സുനിഷയുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തു. വിജീഷിന്റെ അച്ഛൻ പി രവീന്ദ്രൻ, അമ്മ പൊന്നുവിനെയുമാണ് കേസിൽ പ്രതി ചേർത്തത്. ഇവർക്കെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി. കേസിൽ വിജീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മർദ്ദനം വ്യക്തമാകുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെയാണ് പോലീസ് നടപടി. 1.5 വർഷം മുൻപാണ് പയ്യന്നൂർ കോറോം സ്വദേശി സുനീഷയും വിജീഷും തമ്മിൽ വിവാഹിതരാകുന്നത്. പ്രണയവിവാഹമായതുകൊണ്ട് ഇരു വീട്ടുകാരും തമ്മിൽ ഏറെക്കാലം അകൽച്ചയിലായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ താമസം തുടങ്ങിയ സുനീഷയെ വിജീഷിന്റെ അച്ഛനും അമ്മയും നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനംനൊന്താണ് കഴിഞ്ഞ ദിവസം ഭർത്തൃവീട്ടിലെ ശുചിമുറിയിൽ സുനീഷ തൂങ്ങി മരിച്ചത്. തന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ ജീവനോടെയുണ്ടാകില്ലെന്ന് യുവതി സഹോദരനോട് കരഞ്ഞു പറയുന്ന ശബ്ദരേഖയും ഭർത്തൃവീട്ടുകാരുടെ മർദ്ദന വിവരത്തെക്കുറിച്ച് പറയുന്ന ശബ്ദരേഖയും പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ആലുവ പ്രസന്നപുരം പള്ളിയിൽ ഇടയലേഖനം വലിച്ചുകീറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിശ്വാസികളായ 10 പേർക്കെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. ഇടവക വികാരി ഫാദർ സെലസ്റ്റിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പള്ളികളിൽ അതിക്രമിച്ചു കടന്നതിനും അന്യായമായി കൂട്ടം കൂടിയതിനുമാണ് കേസെടുത്തത്. ആരാധനക്രമം ഏകീകരണം സംബന്ധിച്ച ഇടയലേഖനത്തിനെതിരെ പള്ളികളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇന്നലെ ആലുവ പ്രസന്നപുരം പള്ളിയിൽ വൈദികൻ ഇടയലേഖനം വായിക്കുന്നത് ഒരു സംഘം വിശ്വാസികൾ തടഞ്ഞത്. പള്ളിയിൽ സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരണം സംബന്ധിച്ച സിനഡ് വായിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ വൈദികൻ സിനഡ് വായന തുടങ്ങിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെയാണ് വിശ്വാസികൾ ഇടയലേഖനം കത്തിച്ചത്. ആരാധനക്രമത്തിലെ മാറ്റത്തിൽ അന്തിമ തീരുമാനം മാർപ്പാപ്പയാണ് എടുക്കേണ്ടതെന്ന് ഇടയലേഖനം പറയുന്നു. ഇതിൽ മാറ്റം വരുത്താൻ സിനഡിന് അധികാരമില്ല. വിയോജന സ്വരങ്ങൾ വരാതെ വൈദികർ ശ്രദ്ധിക്കണമെന്നും ഇടയലേഖനം പറയുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കാരണം ജനജീവിതം ദുസ്സഹമായ അഫ്ഗാനിലേക്ക് ഖത്തർ ഭക്ഷണ വസ്തുക്കൾ കയറ്റി അയച്ചു. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെ 10,000 പേർക്കുള്ള സഹായമാണ് കാബൂളിൽ എത്തിച്ചത്. ഖത്തർ അയച്ച സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിമാനത്താവള പ്രവർത്തനം പുനരാരംഭിച്ചതിനു പിന്നാലെയാണ്
സഹായ വസ്തുക്കളുമായി ഖത്തർ എയർവേസ് വിമാനം കാബൂളിലെത്തിയത്. അവശ്യ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെ 17 ടൺ സഹായ വസ്തുക്കളാണ് വിമാനത്താവളത്തിലെത്തിയത്. അരി, പഞ്ചസാര, ധാന്യപ്പൊടികൾ, ഉപ്പ്, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാര വസ്തുക്കൾ തുടങ്ങിയവയാണ് കാബൂളിലെത്തിച്ചത്. ഖത്തർ വികസന ഫണ്ട്, ഖത്തർ ചാരിറ്റി എന്നിവയുടെ ധനസഹായത്തോടെയാണ് സഹായ വസ്തുക്കൾ കയറ്റി അയച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഖത്തർ അംബാസിഡർ ഈദ് ബിൻ മുബാറക് അൽ ഗയാരിൻ വിമാനത്തെ സ്വീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ദുരിതബാധിതരായ 10,000 പേർക്ക് സഹായമെത്തിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് അറിയിപ്പ്. സഹായ വസ്തുക്കളുമായി ദിനേന അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാന സർവീസ് നടത്താൻ ആലോചിക്കുന്നതായും ഖത്തർ അധികൃതർ അറിയിച്ചു. കാബൂളിന് പുറമെ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കുള്ള ആഭ്യന്തര വിമാന സർവീസുകളും ഇതിനകം പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ തങ്ങളുടെ റെസിഡന്റ് കാർഡുകൾ ഇനി കാലാവധി കഴിയുന്നതിന് 15 ദിവസം മുൻപ് പുതുക്കണം. പുതുക്കിയ റെസിഡൻസ് നിയമത്തിലാണ് ഈ നിർദ്ദേശം. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവിലൂടെയാണ് റെസിഡൻസ് നിയമം ഭേദഗതി ചെയ്തത്. ഇതനുസരിച്ച് ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ കാലാവധി തീരുന്നതിന് 15 ദിവസം മുൻപ് റെസിഡൻസി കാർഡ് പുതുക്കണം. നേരത്തെ കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ റെസിഡൻസി കാർഡ് പുതുക്കിയാൽ മതിയായിരുന്നു. കാരണമൊന്നും പറയാതെ പുതിയ കാർഡ് അനുവദിക്കാതിരിക്കാനും പുതുക്കി നൽകാതിരിക്കാനും അനുവദിക്കരുതെന്നും പരിഷ്കരിച്ച നിയമത്തിൽ പറയുന്നു. സിവിൽ സ്റ്റാൻഡ് നിയമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം 10 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്വദേശികൾക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദിയിലെ എണ്ണോൽപാദന കേന്ദ്രങ്ങളിലെ ലക്ഷ്യം വെച്ച് ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തിൽ 2 കുട്ടികൾക്ക് പരിക്കേറ്റു. 14 വീടുകൾ ഭാഗികമായി തകർന്നു. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാം നഗരത്തിലേക്കാണ് മിസൈലും ഡ്രോണുകളും എത്തിയത്. നഗരത്തിനു മുകളിൽ വെച്ച് ഇവ സഖ്യസേന തകർത്തു. ഇവയുടെ അവശിഷ്ടം താഴെ പതിച്ചതോടെയാണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റത്. 14 വീടുകളിൽ നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ച രാത്രി 9:15 ശേഷം ജിസാറിലേക്കും നജ്റാനിലേക്കും ഡ്രോണുകളെത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ഡ്രോണുകൾ സൈന്യം തകർത്തു. പകൽ സമയത്തെത്തിയ 3 ഡ്രോണുകളും സഖ്യസേന തകർത്തിരുന്നു. കഴിഞ്ഞയാഴ്ച അബ്ഹ വിമാനത്താവളത്തിലുണ്ടായ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. ഹൂതി ഭീകരർക്കെതിരെ തിരിച്ചടി ശക്തമാക്കുമെന്ന് സഖ്യസേന അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയിൽ കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഖുർആൻ പഠന ക്ലാസുകൾ വീണ്ടും ആരംഭിച്ചു. 2 ഡോസ് വാക്സിൻ പൂർത്തിയാക്കിയ പഠിതാക്കൾക്കാണ് അവസരം നൽകുക. ആദ്യഘട്ടത്തിൽ 8 പേരടങ്ങുന്ന ബാച്ചുകൾക്കാണ് പഠനം ആരംഭിക്കുക. വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഏർപ്പെടുത്തിയിരുന്ന സൗകര്യങ്ങളാണ് വീണ്ടും പുനരാരംഭിച്ചത്. മക്കയിലെ വിശുദ്ധ ഹറമിലാണ് ഖുർആൻ മനപ്പാഠത്തിനും പാരായണത്തിനുമായി വീണ്ടും ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചത്. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പഠനമാണ് 2 വർഷത്തിനു ശേഷം വീണ്ടും പുനരാരംഭിച്ചത്. മസ്ജിദുൽ ഹറമിലെ ഖുർആൻ പഠന സൗകര്യം വീണ്ടും നിബന്ധനകളോടെ ആരംഭിക്കുന്നതായി ഇരുഹറം കാര്യാലയ മേധാവി ബദർ അൽ മുഹമ്മദ് പറഞ്ഞു. 2 ഡോസ് വാക്സിൻ പൂർത്തിയാക്കിയ പഠിതാക്കൾക്കാണ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് അനുമതിയുള്ളത്. ആദ്യഘട്ടത്തിൽ 8 പേരടങ്ങുന്ന നിശ്ചിത എണ്ണം ബാച്ചുകൾക്കാണ് പഠനം ആരംഭിക്കുക. ദിവസത്തിൽ ഒറ്റ സെക്ഷൻ മാത്രമാണ് തുടക്കത്തിൽ അനുവദിക്കുക. വൈകിട്ട് 4 മുതൽ 8 മണി വരെയാണ് ക്ലാസുകൾ. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ വലിയ കുറവ് വന്നതും ഭൂരിഭാഗം പേരും കുത്തിവെപ്പ് പൂർത്തിയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളും ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. GCC രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് ബഹ്റൈനിൽ ക്വാറന്റൈൻ ഒഴിവാക്കി. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ സാഹചര്യത്തിൽ ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെടുവിച്ചു. സെപ്റ്റംബർ 3 മുതലാണ് ഇന്ത്യയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ബഹ്റൈൻ തീരുമാനിച്ചത്. ബഹ്റൈൻ പൗരന്മാർ, ബഹ്റൈനിൽ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർ, ബോർഡിംഗിന് മുമ്പ് വിസ ലഭിച്ച ഇന്ത്യക്കാർ എന്നിവർക്ക് ബഹ്റൈനിലേക്ക് വരാം. GCC രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള നെഗറ്റീവ് RT-PCR ടെസ്റ്റ് ആവശ്യമില്ല. ഇത്തരം യാത്രക്കാർക്ക് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലെ ഗ്രീൻ ഷീൽഡ് കാണിക്കണം. ബഹ്റൈനിൽ 2ാം ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവരെയാണ് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവരായി കണക്കാക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുമായ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പ് നടത്തിയ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന QR കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഓൺലൈൻ റിപ്പോർട്ടും കൗണ്ടറിൽ കാണിക്കുന്ന PDF റിപ്പോർട്ടും ഒരുപോലെയായിരിക്കണം. ബഹ്റൈനിൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ചും തുടർന്ന് 5-10 ദിവസങ്ങളിലും കോവിഡ് പരിശോധന നടത്തണം. വാക്സിൻ സ്വീകരിച്ചവർക്കും സ്വീകരിക്കാത്തവർക്കും ഇത് ബാധകമാണ്. അതേസമയം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് ആവശ്യമില്ല.
3 പരിശോധനകൾക്കായി 36 ദിനാറാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇത് മുൻകൂട്ടി അടയ്ക്കുകയോ വിമാനത്താവളത്തിലെ കിയോസ്കിൽ അടയ്ക്കുകയോ വേണം. ഇതിനാവശ്യമായ തുക യാത്രക്കാർ കരുതണം. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കഴിയണം. സ്വന്തം പേരിലോ അടുത്ത ബന്ധുവിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകൃത ഹോട്ടലിലോ ആയിരിക്കണം ക്വാറന്റൈൻ. താമസ സ്ഥലത്തിന്റെ രേഖ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിപ്പ പരിശോധനാ സംവിധാനം ഇപ്പോഴും പാതി വഴിയിൽ. കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലും പ്രഖ്യാപിച്ച ലാബുകളിൽ പരിശോധനയ്ക്ക് ഇനിയും കാത്തിരിക്കണം. അത്യാധുനിക BCL-3 ലാബ് സംവിധാനമാണ് അപകടകാരിയായ നിപ്പയെ പരിശോധിച്ച് തിരിച്ചറിയാൻ വേണ്ടത്. ലാബ് ഉടനെ സജ്ജമാക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ കോഴിക്കോട് പുതിയ നിപ്പ കേസും സ്ഥിരീകരിച്ചത് പൂനെയിൽ നിന്ന്. കോഴിക്കോട് മൈക്രോബയോളജി ലാബിൽ ഈ ലാബ് സജ്ജമാക്കുന്നത് കോവിഡ് കാരണം വൈകിയെന്നാണ് വിശദീകരണം. കരാറെടുത്ത് ദില്ലി കേന്ദ്രീകരിച്ചുള്ള വിദഗ്ധർ പണി തുടങ്ങിയതേയുള്ളൂ. കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇനിയും എടുക്കും. PCR, ട്രൂനാറ്റ് പരിശോധനകൾക്ക് സംവിധാനമുണ്ടെങ്കിലും വൈറസ് കൾച്ചർ ചെയ്യാൻ സംവിധാനമില്ല. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞതേയുള്ളൂ. BSL-3 ലാബില്ല. നിപ്പ നിയന്ത്രണ വിധേയമായതോടെ ലാബ് സജ്ജമാക്കുന്നതിൽ മുമ്പുണ്ടായിരുന്ന താൽപര്യം ആരോഗ്യവകുപ്പിന് കുറഞ്ഞു. ആലപ്പുഴ NIV ലാബിനെ മാത്രമായി നിപ്പ പരിശോധന ഫലങ്ങൾക്ക് ആശ്രയിക്കാനാകുമില്ല. പൂനെ NIVയിൽ അയച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് സംസ്ഥാനം കേസുകൾ സ്ഥിരീകരിക്കുന്നത്. അതേസമയം നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ നിപ്പ സ്രവ പരിശോധന PCR, ട്രൂനാറ്റ് എന്നിവ കോഴിക്കോട് മൈക്രോബയോളജി ലാബിൽ ചെയ്യാനാകുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ഇതിന് കേന്ദ്രാനുമതി വേണം. അപകടകാരിയായ വൈറസ് ആയതിനാൽ അനുമതികൾക്ക് കർശന മാനദണ്ഡമാണുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കാൻ താലിബാനെ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ. പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അഫ്ഗാനിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരാനുള്ള പോരാട്ടം പാകിസ്ഥാൻ തുടരും. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം രൂപീകരിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഖമർ ബാജ്വ ഡൊമിനിക് റാബിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാക് ഇന്റലിജൻസ് വിഭാഗം മേധാവി ജനറൽ ഫൈസ് ഹമീദ് കാബൂളിലെത്തിയിരുന്നു. സർക്കാർ രൂപീകരണമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ISI മേധാവിയും സംഘവും അഫ്ഗാനിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് പാക് സൈനിക മേധാവിയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. മുല്ല അബ്ദുൽ ഗനി ബറാദറിന്റെ നേതൃത്വത്തിൽ പുതിയ അഫ്ഗാൻ ഭരണകൂടത്തെ താലിബാൻ ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ സർക്കാർ രൂപീകരണം ഒരാഴ്ചത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിന് പിറകെയായിരുന്നു ഇത്. അഫ്ഗാനിൽ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം ഇത് 2ാം തവണയാണ് താലിബാൻ സർക്കാർ രൂപീകരണം നീട്ടിവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ഈ മാസം 22 മുതൽ 27 വരെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷമാണ് മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനം. 2019 സെപ്റ്റംബറിലായിരുന്നു മോദിയുടെ അവസാന അമേരിക്കൻ സന്ദർശനം. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ തുടർ നിലപാട് എന്താകുമെന്ന് കാത്തിരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നാഹിയുമായി വെള്ളിയാഴ്ച ടെലിഫോണിൽ ചർച്ച നടത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച നേതാക്കൾ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. സാമ്പത്തിക വാണിജ്യ രംഗത്തിലെ ബന്ധവും നിക്ഷേപ രംഗത്തെ പരസ്പര സഹകരണവും കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചാ വിഷയമായി. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കർണാടകയിലെത്തുന്ന മലയാളികൾ 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന കർണാടക സർക്കാർ ഉത്തരവ് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് വയനാട് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക്. കൃഷിയിടം സന്ദർശിക്കാനും വിളകൾ പരിപാലിക്കാനും വിളവെടുക്കാനുമെല്ലാമായി അതിർത്തി കടക്കുന്ന കർഷകർക്കാണ് തീരുമാനം പ്രയാസമുണ്ടാക്കുന്നത്. ക്വാറന്റൈൻ ഇല്ലാതെ കൃഷിയിടത്തിൽ പോയി വരാനുള്ള സാഹചര്യം സർക്കാർ ഇടപെട്ട് ഒരുക്കണമെന്നാണ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രധാന ആവശ്യം. കർണാടകയിൽ 3 മുതൽ 150 ഏക്കർ വരെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് വയനാട്ടിൽ. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി കർഷകർ കർണാടകയിൽ മുടക്കുന്നത്. 1 ഏക്കർ കൃഷിക്ക് 6 ലക്ഷം രൂപയോ അതിനു മുകളിലോ മുതൽ മുടക്കിയാണ് കൃഷി ഇറക്കുന്നത്. പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി, കളക്ടർ, 3 MLA മാർ എന്നിവർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും കർഷകർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. 4ാമത്തെ BJP MLAയും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കളിയാങ്കാജ് MLA സൗമൻ റോയാണ് ശനിയാഴ്ച തൃണമൂൽ ജനറൽ സെക്രട്ടറി പാർത്ഥ ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ BJP വിട്ട് പാർട്ടിയിൽ ചേർന്നത്.
കളിയാഗഞ്ച് MLA സൗമൻ റോയിയാണ് ശനിയാഴ്ച തൃണമൂൽ ജനറൽ സെക്രട്ടറി പാർത്ഥ ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ BJP വിട്ട് പാർട്ടിയിൽ ചേർന്നത്. 4ാമത്തെ BJP MLA ആണ് തൃണമൂലിൽ ചേർന്നത്. ഇതോടെ ബംഗാളിൽ BJPയുടെ അംഗസംഖ്യ 71 ചുരുങ്ങി. മുകുൾ റോയി, താൻമോയ് ഘോഷ്, വിശ്വജിത് ദാസ് എന്നിവരാണ് നേരത്തെ BJP വിട്ട് തൃണമൂലിൽ ചേർന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുകുൾ റോയിയുടെ വിശ്വസ്തനായിരുന്ന സൗമൻ BJPയിൽ ചേർന്നത്. തൃണമൂൽ വിട്ടതിനു ശേഷവും തന്റെ മനസ്സ് പാർട്ടിയോടൊപ്പമായിരുന്നുവെന്നും BJPയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം സ്വീകരിച്ചിട്ടില്ലെന്നും സൗമൻ റോയ് പറഞ്ഞു. മമതാ സർക്കാരിന്റെ വികസന നയത്തിന്റെ ഭാഗമാകണം. BJP ബംഗാൾ സംസ്കാരത്തിന് യോജിച്ച പാർട്ടിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.